ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്നിടിച്ചാലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടാകും? ഇത്തരത്തിലുള്ള ആഘാതത്തിന് വലിയ വംശനാശം പോലെയുള്ള അവസ്ഥകളിലേക്ക് എങ്ങനെയാണ് നയിക്കാൻ പറ്റുക? ഭൂമി മുഴുവൻ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്താനാവുന്നത്. വെൽക്കം ടു മോഷൻ ബുക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു വലിയ ആസ്ട്രോയിഡ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതും അന്തരീക്ഷവുമായി ഉണ്ടാകുന്ന ഫ്രിക്ഷന് കാരണമാകുന്നു. ഇത് ക്രമേണ വർദ്ധിച്ചു വരികയും തന്മൂലം വളരെയധികം താപം സൃഷ്ടിക്കുകയും ചെയ്യും. പലപ്പോഴും ഇത് ആസ്ട്രോയിഡിന്റെ ഉപരിതലം അമിതമായി ചൂടാകാൻ ഇടയാവുകയും ചില സന്ദർഭങ്ങളിൽ അവ പൊട്ടിത്തകരുന്നതിനിടയാവുകയും ചെയ്യാം. തീവ്രമായ കർഷണം, വളരെ ദൂരെ നിന്ന് ദൃശ്യമാകുന്ന നാം വാർനക്ഷത്രം എന്ന് വിളിക്കുന്ന ഒരു തിളക്കമുള്ള അഗ്നിഗോളത്തെ സൃഷ്ടിക്കും. ഭൂമിയിൽ വന്നിടിക്കുമ്പോൾ ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ ഒന്നിലധികം ന്യൂക്ലിയർ ബോംബുകൾക്ക് തുല്യമായ അളവിലുള്ള ഊർജ്ജം പുറത്തുവിടുന്നു. ഇതൊരു വലിയ സ്ഫോടനത്തിൽ കലാശിക്കുകയും ഒരു ഗർത്തം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ആ ആഘാതത്തിന്റെ ശക്തിയിൽ പൊടി, ചാരം, ബാഷ്പീകരിക്കപ്പെട്ട പാറ എന്നിവയുൾപ്പെടെയുള്ള വലിയ അളവിലുള്ള അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നു. പല സന്ദർഭങ്ങളിലും അവിടെ നിന്ന് ആസ്ട്രോയിഡിന്റെ വലിയ ഭാഗങ്ങൾ കണ്ടെത്തുക എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വന്നിരിക്കുന്നതിന്റെ ആഘാതം കുറവായതിനാലോ മറ്റോ ചില സാഹചര്യങ്ങളിൽ ഇത്തരം ഭൗമേതര പാറക്കഷ്ണങ്ങൾ കണ്ടെത്താനായിട്ടുണ്ട്. അത്തരത്തിൽ പലതും വലുതും കേടുകൂടാത്തതുമായി കണ്ടെത്താനായ ഒന്നാണ് ഹോബ ഉൽക്കാശില. ആഫ്രിക്കയിലെ നമീബിയയിലാണ് ഹോബ ഉൽക്കാശില സ്ഥിതി ചെയ്യുന്നത്. 1920 ജേക്കബ്സ് ഹെർമൻസ് ബ്രിഡ്സ് എന്ന കർഷകൻ തന്റെ വയലിൽ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടെത്തിയത്. ഈ ഉൽക്കാശിലയ്ക്ക് 2.7 മീറ്റർ നീളവും 2.7 മീറ്റർ വീതിയും 0.9 മീറ്റർ ഉയരവുമുണ്ട്. ഇതിന് 60 ടണ്ണിലധികം ഭാരവുമുണ്ട്. ഹോബ ഉൽക്കാശിലയിൽ ഏകദേശം 84% ഇരുമ്പും 16% നിക്കലും അടങ്ങിയിരിക്കും. എന്നാൽ ഹോബ ഉൽക്കാശിലയുമായി ബന്ധപ്പെട്ട ഒരു ക്രേറ്റർ കണ്ടെത്താനായിട്ടില്ല. ഇതൊരു പക്ഷേ വളരെ സാവധാനത്തിൽ വന്നിടിച്ചതിനാലാവാം എന്നാണ് കരുതുന്നത്. അതിന്റെ പരന്ന ആകൃതിയും ഒരു പക്ഷേ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതിന്റെ പിണ്ഡം വളരെയധികം നഷ്ടപ്പെട്ടതിനാലാവാം അതിന്റെ സാവധാനത്തിലുള്ള വരവ് ഭൂമിയുടെ ഉപരിതലത്തിലെത്തുമ്പോൾ കേടുകൂടാതിരിക്കാൻ അനുവദിച്ചു. ഇനി വലിയ ഇമ്പാക്റ്റിലേക്ക് വന്നാൽ ആഘാതം സംഭവിച്ച സ്ഥലത്തിന് ചുറ്റുമുള്ള പ്രദേശം വലിയ ജലാശയത്തിന് സമീപമാണെങ്കിൽ തീ, ഭൂകമ്പം, സുനാമി എന്നിവയുൾപ്പെടെയുള്ള വിനാശകരമായ പല സംഭവങ്ങളും അനുഭവപ്പെട്ടേക്കാം. ഈ പ്രത്യാഘാതങ്ങൾ പെട്ടെന്നുള്ളതും കാര്യമായതുമായ ജീവനാശത്തിനും ആവാസ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും ഇടയാക്കും. വന്നിരിക്കുന്നതിന്റെ ആഘാതത്തിൽ വലിയ അളവിൽ ഊർജം പുറത്തുവരുന്നു. ഇതുമൂലം ചിഹ്നഗ്രഹത്തിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുമുള്ള പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ഈ മെറ്റീരിയലിൽ പാറ, ലോഹം, മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ ഉൾപ്പെടാം. ഈ പുറന്തള്ളപ്പെട്ട പദാർത്ഥങ്ങളിൽ ചിലത് ഉപഭ്രമണ പഥത്തിലോ പരിക്രമണ പാതയിലോ എത്തുകയും പിന്നീട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അന്തരീക്ഷ കർഷണം മൂലം ഇത് ചൂടാകും. അത് ആകാശത്തുടനീളം അഗ്നിഗോളങ്ങളുടെ ഒരു പരമ്പര സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വീണ്ടും അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന അവശിഷ്ടങ്ങൾ വൻതോതിൽ കാട്ടുതീ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകും. ഈ തീപിടുത്തങ്ങൾ വനങ്ങളുടെയും പുൽമേടുകളുടെയും വലിയ പ്രദേശങ്ങളെ ദഹിപ്പിച്ചേക്കാം. ഇത് കാര്യമായ പാരിസ്ഥിതിക നാശത്തിന് കാരണമാകും. ആഘാതത്തിൽ നിന്നുള്ള ചൂടിൽ തന്നെ ഇമ്പാക്ട് സോണിന് ചുറ്റും തീ ആളിപ്പറയുകയും ചെയ്യും. ആഘാതത്തിൽ നിന്നുള്ള പൊടിയും പുകയും അതോടൊപ്പം കാട്ടുതീയും ഗണ്യമായ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. ഈ മലിനീകരണത്തിൽ കണികകൾ മാത്രമല്ല സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള ദോഷകരമായ വാതകങ്ങളും ഉൾപ്പെടുന്നു. പ്രാദേശികമായും ആഗോളതലത്തിലും ആരോഗ്യത്തിലും പരിസ്ഥിതിയിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വായുവിന്റെ ഗുണനിലവാരത്തിലെ തകർച്ചയാണ് ഫലം. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന പൊടിയും എയറോസോളുകളും സൂര്യപ്രകാശത്തെ തടയുന്നു. ഇത് ഇമ്പാക്ട് വിന്റർ എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നു. ഇത് ആഗോള താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും കാലാവസ്ഥാ രീതികളെ തടസ്സപ്പെടുത്തുകയും വ്യാപകമായ ക്ഷാമത്തിനും ഇടയാക്കുകയും ചെയ്യും. ആഘാതത്തിന്റെ തോതനുസരിച്ച് ഈ പ്രഭാവം വർഷങ്ങളോളം നിലനിൽക്കും. ഒരു സമുദ്രത്തിലാണ് ആഘാതം സംഭവിക്കുന്നതെങ്കിൽ ഇത് ആഘാത സ്ഥലത്ത് നിന്ന് വളരെ അകലെ പോലുമുള്ള തീരപ്രദേശങ്ങളെ നശിപ്പിക്കുന്ന പാകത്തിന് വൻ സുനാമികൾ സൃഷ്ടിക്കും. കൂടാതെ ആഗോള സമുദ്ര പ്രവാഹത്തിലും ദീർഘകാല പ്രത്യാഘാതങ്ങളോടെ സമുദ്രജീവികളെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കാര്യമായി ബാധിക്കും. ഒരു വലിയ ചിഹ്നഗ്രഹ ആഘാതം അന്തരീക്ഷത്തിലേക്ക് പലതരം വാതകങ്ങൾ പുറന്തള്ളുന്നു. ഇതിൽ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അന്തരീക്ഷത്തിൽ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ജലനീരാവി, ഓക്സിജൻ, മറ്റ് രാസവസ്തുക്കൾ എന്നിവയുമായി പ്രതിപ്രവർത്തിച്ച് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും രൂപപ്പെടുന്നു. ഈ ആസിഡുകൾ പിന്നീട് അന്തരീക്ഷ പ്രവാഹം വഴി മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാം. ആഘാത സ്ഥലത്ത് നിന്ന് വളരെ അകലെ ആസിഡ് മഴയായി വീഴാം. ആസിഡ് മഴയ്ക്ക് സാധാരണ മഴവെള്ളത്തേക്കാൾ pH കുറവാണ്. മാത്രമല്ല ആവാസ വ്യവസ്ഥയിലും മണ്ണിന്റെ രസതന്ത്രത്തിലും ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കാം. ദീർഘകാല ആഗോള പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന അവശിഷ്ടങ്ങളും കണികകളും സൂര്യപ്രകാശത്തെ തടഞ്ഞുകൊണ്ട് ലോകമെമ്പാടും വ്യാപിക്കും. ഈ ഇമ്പാക്ട് ശീതകാലം ആഗോള താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും കാലാവസ്ഥാ രീതികളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. സൂര്യപ്രകാശം കുറയുന്നത് പ്രകാശ സംശ്ലേഷണത്തെ ബാധിക്കുന്നു.
ഇത് ഭൗമവും ജലവുമായ ഭക്ഷ്യശൃംഖലയെ തകർച്ചയിലേക്ക് നയിക്കും. കാട്ടുതീ, കാലാവസ്ഥാ വ്യതിയാനം, മറ്റു പാരിസ്ഥിതിക സമ്മർദ്ദങ്ങൾ എന്നിവയുടെ സംയോജനം ആവാസ വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ജീവജാലങ്ങൾ നശിക്കുന്നതിനാൽ കൂട്ടമായ വംശനാശം ഇതിൽ ഉൾപ്പെടാം. എന്നിരുന്നാലും ഈ സംഭവങ്ങൾ പുതിയ ജീവിവർഗങ്ങളുടെ പരിണാമത്തിനും ഭൂമിശാസ്ത്രപരമായ സമയ സ്കെയിലുകളിൽ പുതിയ ആവാസ വ്യവസ്ഥയുടെ വികസനത്തിനും അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു വലിയ ആസ്ട്രോയിഡ് ഇമ്പാക്ട് ആഘാതത്തിന്റെ ഉടനടിയുള്ള നാശത്തിലൂടെ മാത്രമല്ല, ദീർഘകാല പാരിസ്ഥിതിക കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെയും മുഴുവൻ ഗ്രഹത്തെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിനാശകരമായ സംഭവമാണ്. ആഘാതങ്ങളെ കുറിച്ചുള്ള പഠനം ഈ പ്രക്രിയകളെ കുറിച്ചും ഭൂമിയുടെ ചരിത്രത്തിലും പരിണാമത്തിലും അവയുടെ സ്വാധീനവും മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. ഇത്തരത്തിൽ ഭൂമിയുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റുകളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ please like, share and subscribe. Thank you for watching. Bye.